everyone, welcome back to Xylem Learning. Miss ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ് ഫ്രിക്ഷൻ, ഫ്രിക്ഷന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഫ്രിക്ഷൻ, എന്താണ് ഈ പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഫിഗറിൽ എന്താ കാണാൻ പറ്റുന്നത്? ഒരു ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ ഒരു സർഫസിലൂടെ മാക്സിമം ഫോഴ്സ് കൊടുത്തിട്ട് ഒരാൾ ഒരു വലിയ ബോക്സ് ഇങ്ങനെ പുഷ് ചെയ്യുവാണ്. പക്ഷെ വളരെ കുറഞ്ഞ ഫോഴ്സ് കൊടുത്താൽ ആ ഒരു ബോക്സ് മൂവ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ ഒരു കുട്ടി കൊടുക്കുന്ന ഫോഴ്സ് പോലെ തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിന്റെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് is a force that opposes the movement between two surfaces in contact. കോണ്ടാക്റ്റിൽ വരുന്ന രണ്ട് സർഫസുകൾ തമ്മിലുള്ള ആ ഒരു മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്. ഏതൊക്കെ സർഫസുകളാണ് പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്നത്? അതിന് റഫ് ആയിട്ടുള്ള സർഫസ് ആണോ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണോ? അതിന്റെ നേച്ചറിന്റെ ബേസിലാണ് നമ്മുടെ ആ ഒരു ഫ്രിക്ഷന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ലാർജർ ഓൺ ദി റഫ് സർഫസ് ആൻഡ് സ്മോളർ ഓൺ ദി സ്മൂത്ത് സർഫസ്. സർഫസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റഫ് ആയിരിക്കും, ചിലപ്പോൾ സ്മൂത്ത് ആയിരിക്കും. അപ്പൊ റഫ് സർഫസിലാണ് ഈ പറയുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കൂടുതലുള്ളത്. സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ എന്താണ്? ഫ്രിക്ഷൻ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളുടെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലൊക്കെ നമുക്ക് പെട്ടെന്ന് തെന്നി വീഴാൻ പറ്റുന്നത്. കാരണം എന്താ? അവിടെ ഫ്രിക്ഷൻ കുറവാ, അവിടെ അതിന്റെ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് കുറവാ. അപ്പൊ ആ ഒരു റിലേറ്റീവ് മോഷനെ അവിടെ ഓപ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ അവിടെ തെന്നി വീഴുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് പാരലൽ ടു ദി സർഫസ് ഇൻ കോണ്ടാക്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏത് സർഫസിന്റെ മുകളിലൂടെയാണോ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആക്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നതാണ് ഫ്രിക്ഷൻ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? when two surfaces rub against each other, friction can produce heat പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അത് വെയിറ്റിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. the heavier an object, the more friction it experiences due to the increased contact force between the surface. ഓക്കെ, നല്ല വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റും അത്യാവശ്യം വെയിറ്റ് കുറവായിട്ടുള്ള ഒരു ഒബ്ജക്റ്റും തമ്മിൽ നമ്മൾ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കമ്പയർ ചെയ്താൽ വെയിറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനായിരിക്കും നല്ല ഫ്രിക്ഷൻ ഉള്ളത്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കുട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ പറയുന്ന ഫ്രിക്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒരു ഫാക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ നേച്ചർ ഇല്ലേ. അപ്പൊ നമുക്ക് വൺ ബൈ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് നേച്ചർ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട്. അത് സ്മൂത്ത് ആണോ റഫ് ആണോ എന്നതിന്റെ ബേസിൽ. രണ്ടാമത് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ഓഫ് സ്മൂത്ത്നെസ് ഓർ റഫ്നെസ് ഓഫ് ദോസ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ഫോർ സ്മൂത്ത് സർഫസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. ആ ഒരു ഏരിയ ഓഫ് കോണ്ടാക്ടിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇൻഡിപെൻഡന്റ് ആണ്. ഫ്രിക്ഷൻ ഇൻക്രീസ് വിത്ത് വെയിറ്റ് ആൻഡ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ഓൺ ഹൗ ഹാർഡ് ദി ടു സർഫസ് പ്രസ്ഡ് ടുഗദർ. അതായത് നമ്മൾ ഒരു സർഫസിന് മുകളിലൂടെ മറ്റൊരു ഒബ്ജക്റ്റ് നമ്മൾ തെന്നി നീക്കാനായിട്ട് ശ്രമിക്കുന്ന സമയം ആ രണ്ട് സർഫസ് തമ്മിൽ എത്രത്തോളം മാക്സിമം കോണ്ടാക്റ്റിൽ വരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം രണ്ട് സർഫസ് ഹാർഡായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷന്റെ വാല്യൂ മാറുന്നുണ്ട്. ഓക്കെ അല്ലേടാ? അതും നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു എവിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ ഫ്രിക്ഷൻ കൊണ്ട് ബോത്ത് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഹാസ് അഡ്വാൻറ്റേജ്, so consider a friend, but it is do have also disadvantage, so then it is a foe, and depending on the circumstance friction could be help or could be a problem, therefore it is a necessary evil. Okay, അതായത് നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് നെസസറി എവിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ
നമ്മൾ പറയുന്നത് എങ്ങനെ നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മാർഗങ്ങൾ യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് ഗ്രീസ്, ഓയിൽ, പൗഡർ, അതുപോലെ തന്നെ ബോൾ ബെയറിംഗ് ആൻഡ് കുഷൻ ഒക്കെ എന്താണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആന്റി ഫ്രിക്ഷൻ അലോയ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രൊവൈഡിങ് വീൽ, ഹെൻസ് യൂസ്ഡ് ഇൻ സ്യൂട്ട് കേസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ഓഫ് കിഡ്സ്. നമ്മൾ ഈ സ്യൂട്ട് കേസിലൊക്കെ വീൽ നമ്മൾ കണക്ട് ചെയ്യുന്നില്ലേ, അപ്പൊ അതും എന്താണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഫ്രിക്ഷൻ കൂട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് വേണമെങ്കിൽ സർഫസ് റഫ് ആക്കി വെക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈൽ എങ്ങനെയാണ്, അത്ര സ്മൂത്ത് ആയിട്ടുള്ളതല്ല. കാരണം ബാത്റൂമിലൊക്കെ വെള്ളമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് റഫാക്കി വെക്കാനായിട്ട് പറ്റും. ആൻഡ് ദ സോൾ ഓഫ് ദി ഷൂ ആൻഡ് ദ ടയർ ഓഫ് ദി വെഹിക്കിൾ ഒക്കെ എന്താണ് ഈ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കാണിക്കുന്ന കുറച്ച് സെറ്റപ്പുകളാണ്. ഇനി അതുപോലെ തന്നെ ബൈ പ്രസിംഗ് ദ സർഫസ് ടുഗദർ വെരി സ്ട്രോങ്ലി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യുന്ന ആ ഒരു രണ്ട് സർഫസ് തമ്മിൽ വളരെ ടൈറ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഫ്രിക്ഷൻ അവിടെ കൂട്ടാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. വെൻ വി അപ്ലൈ ബ്രേക്ക് വൈൽ റൈഡിങ് എ ബൈസിക്കിൾ ഓർ കാർ, the brake parts are pressed against the moving part of the wheel which leads to increased ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാനും പറ്റും, ഫ്രിക്ഷൻ ഡിക്രീസ് ചെയ്യാനും പറ്റും. ഇനിയാണ് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഫ്രിക്ഷൻ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് എക്സിസ്റ്റ് വെൻ ടു സർഫസ് try to move across each other. അതായത് ഇവിടെ നിങ്ങൾ ഓർക്കുക, ജസ്റ്റ് ട്രൈ ടു മൂവ്, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ബട്ട് നോട്ട് ഇൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു കോസ് മോഷൻ. അത് മൂവ് ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നതും മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സർഫസ് പരസ്പരം സ്ലൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഒരു സർഫസിന്റെ മുകളിലൂടെ മറ്റൊരു സർഫസ് നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻ, അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സർഫസിന്റെ മുകളിലൂടെ മറ്റൊരു സർഫസ് റോൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്, പിന്നെ കുറവെന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്, പിന്നെ അടുത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതായത് ഏറ്റവും വലിയ കൂടുതലുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ആ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കണം. അതായത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് അഡ്വാൻറ്റേജും ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം നമുക്ക് ഫ്രിക്ഷനെ കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബൾബ് കത്തും. ഓക്കെ അല്ലേടാ? യെസ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡും ഗ്യാസും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആരാണ് എക്സേർട്ട് ചെയ്യുന്നത്? ഫ്ലൂയിഡ് തന്നെയാണ് എക്സേർട്ട് ചെയ്യുന്നത്. അതായത് ഫ്ലൂയിഡിന്റെ ഉള്ളിലൂടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിന്റെ പ്രോപ്പർട്ടിയാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ ഷേപ്പ് ടു ബോഡീസ് മൂവിങ് ഇൻ ഫ്ലൂയിഡ്. അതായത് ഫ്ലൂയിഡിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ബോഡീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടു ഓവർകം ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ബോഡീസ് ഓഫ് എ ഫിഷ് ആൻഡ് ബേർഡ്സ് ആർ സ്ട്രീം ലൈൻഡ്. ആ ഒരു ടേം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, സ്ട്രീം ലൈൻഡ്. അതെന്തിനാണ്? ഈ പറയുന്ന ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. സിമിലർലി ദി ഷിപ്സ് ആൻഡ് എയറോപ്ലെയിൻ ആർ ഓൾസോ മെയ്ഡ് സ്ട്രീം ലൈൻഡ്. ഓക്കെ അല്ലേ? അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ MCQs ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ എല്ലാത്തിനെയും പറ്റിയും ചെറിയ രീതിയിലെങ്കിലും നിങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനും നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കുക. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.